ഹായ്. അപ്പോൾ ഇന്ന് ലീ ചിങ് യുവാൻ എന്ന് പറയുന്ന ഒരാളെ പറ്റി സംസാരിക്കാം. ഇദ്ദേഹം 256 വർഷം ജീവിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ക്ലെയിംസ് ഉണ്ട്. ഇന്നത്തെ ശാസ്ത്രജ്ഞരും അംഗീകരിക്കാൻ തയ്യാറായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ വച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ ഫോട്ടോയാണ്. ഇത് എനിക്ക് 1920കളിൽ എന്തോ എടുത്തൊരു ഫോട്ടോയാണ് ഈ ഫോട്ടോ. ഇദ്ദേഹം 1933 മരണപ്പെട്ടു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ജനിച്ചത് 1677 അവകാശവാദം. അപ്പോൾ ഇദ്ദേഹം സ്വയം പറയുന്നത് ഇദ്ദേഹം ജനിച്ചത് 1723 26 പറയുന്നത്. അപ്പോൾ ഏകദേശം അപ്പോഴൊരു 190 സംതിങ് വയസ്സ് വരും. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് 200 വയസ്സായിട്ടില്ലാന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വയസ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ചില ഹിസ്റ്റോറിയൻസും മറ്റ് ചില അദ്ദേഹത്തെ പറ്റി ബുക്ക് എഴുതിയ ആളുകളൊക്കെ പറയുന്നു ഇല്ല, അദ്ദേഹം 256 വർഷം ജീവിച്ചു. അപ്പോൾ എന്താണ് ഇതിൻ്റെ വാസ്തവികത എന്ന് നോക്കാം. അത് ഈ ലീ ചിങ് യുവാൻ എന്ന് പറയുന്ന ആളുടെ കഥ പറയാം. അദ്ദേഹം സ്വയം പറയുന്നത് അദ്ദേഹം 1726 ജനിക്കുകയും അതിനുശേഷം അദ്ദേഹം ഒരു സാധാരണ ജീവിതം കുറേ നാൾ നയിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് നാൾ ആർമിയിൽ, അതായത് അന്നത്തെ ഇമ്പീരിയൽ എംപറർ ഭരിച്ചിരുന്ന ചൈനയിലെ ആർമിയിൽ വർക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം വയസ്സായപ്പോൾ അവിടെ നിന്ന് റിട്ടയറായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഈ പച്ചമരുന്നുകളാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ഐറ്റം. അദ്ദേഹം ഈ പച്ചമരുന്നുകളൊക്കെ വെച്ചുള്ള ചികിത്സകളും അതുമായിട്ടുള്ള ജീവിത രീതിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നൊരു വ്യക്തിയായിരുന്നു. അതിൽ അദ്ദേഹം വളരെ പ്രാവീണ്യം നേടിയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ലോങ്ജെവിറ്റിയുടെ കാരണമായിട്ടും അദ്ദേഹം പറയുന്നത് അദ്ദേഹം യൂസ് ചെയ്തിരുന്ന ചില പച്ചമരുന്നുകളാണ് ചൈനയിലെ ചില കാടുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള. ഇതിന് പുറമേ തന്നെ അദ്ദേഹം പറയുന്ന വേറെ ചില ഒരു ആത്മീയപരമായ ഒരു ആസ്പെക്റ്റും കൂടി ഇതിലുണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇദ്ദേഹം ഇത്രയും കാലം ജീവിച്ചിരുന്നു. ഇദ്ദേഹത്തിന് 1990കളിലാണ് ഇദ്ദേഹത്തെ പറ്റി ഒരു വാർത്തയൊക്കെ ഫേമസ് ആവുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഇദ്ദേഹത്തെ പറ്റി എഴുതിയൊരു ബുക്കൊക്കെ ഭയങ്കര ഫേമസ് ആവുകയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ അന്വേഷിച്ച് വന്നു. ഒരുപാട് ആർട്ടിക്കിൾസ് അന്നത്തെ ന്യൂസ് പേപ്പറിലൊക്കെ റിപ്പോർട്ട് ഇന്നൊക്കെ സെർച്ച് ചെയ്ത് അതൊക്കെ അവൈലബിൾ ആണ്. അന്നത്തെ കാലത്തെ ന്യൂസ് പേപ്പറിലൊന്നും ആർട്ടിക്കിൾസൊക്കെ ഉണ്ട് അദ്ദേഹത്തെ പറ്റി. അപ്പോൾ ജനറൽ യാങ്സങ് എന്ന് പറയുന്ന ആൾ ഇദ്ദേഹത്തെ പോയി കാണുകയും ഇദ്ദേഹത്തെ പറ്റി പഠിക്കുകയും ഇദ്ദേഹം മരിച്ചതിന് ശേഷം ദ മാൻ ഹൂ ലിവ്ഡ് ഫോർ 250 ഇയേഴ്സ് ദ ഗുഡ് ലക്ക് മാൻ എന്ന് പറഞ്ഞൊരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ബുക്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതി, ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ഇത്രയും ആരൊക്കെ പറയാമല്ലോ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നു, പ്രത്യേകിച്ചും അന്ത കാലഘട്ടത്തിൽ. ഇതിലെന്ത് തെളിവാണുള്ളതെന്ന് പലരും ചോദിക്കാറുണ്ട്. ഇതിന് തെളിവായി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ നമ്മുടെ കേരളത്തിൽ എടുത്ത് ഞാൻ ട്രാവൻകൂർ രാജകുടുംബമാണ്. 1000 വർഷം പിന്നെ മുതൽ ഇങ്ങോട്ടുള്ള ഒരു കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ അവരുടെ രാജഭരണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണത്. അതുപോലെ ലണ്ടനിലെ നമ്മുടെ പഴയല്ല ഇപ്പോഴും നിലനിൽക്കുന്ന UK രാജകുടുംബം, എലിസബത്ത് രാജ്ഞിയൊക്കെ ഉണ്ടായിരുന്ന രാജകുടുംബം, അവർക്കും എത്രയോ ആയിരക്കണക്കിന് വർഷമായിട്ട് പ്രോപ്പറായിട്ട് സിസ്റ്റമിക്കായിട്ട് രേഖകൾ സൂക്ഷിക്കുന്ന ഒരു ശീലമുണ്ട്. അതുപോലെ തന്നെ ലോകത്തുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ചൈന എന്ന് പറയുന്നത്, ഇമ്പീരിയൽ ചൈനയിൽ അവർ കൃത്യമായ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന ഒരു ശീലം അവർക്കുണ്ട്. അപ്പോൾ അവരുടെ റെക്കോർഡുകൾ പ്രകാരം ഇദ്ദേഹം അവരുടെ ആർമിയിൽ, അതായത് 1700കളിൽ ആർമിയിൽ വർക്ക് ചെയ്തിരുന്നു കൃത്യമായ രേഖയുണ്ടെന്ന് മാത്രമല്ല, ആ വർക്ക് ചെയ്തിരുന്ന ആൾ അദ്ദേഹത്തിന് 100 വയസ്സായപ്പോഴും 150 വയസ്സായപ്പോഴും 200 വയസ്സായപ്പോഴും കാരണം അവിടുത്തെ ആർമിയുടെ റെക്കോർഡ്സിൽ ഇദ്ദേഹത്തിന് പ്രായം കൊടുത്തിരിക്കുന്നത് 1677. ആ പ്രായം കണക്കിൽ ഇദ്ദേഹത്തിന് അവർ കൺഗ്രാജുലേഷൻസ് അയക്കുന്നുണ്ടായിരുന്നു രാജാവിൻ്റെ ബേസിസിലായിട്ട്. കൃത്യമായി അദ്ദേഹത്തിന് 200 വയസ്സ് വരെയും അയച്ചതിൻ്റെ രേഖ ഇപ്പോഴും അവൈലബിൾ ആണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ വാദത്തിന് ഇത്രയും ശക്തി കിട്ടുന്നത്. ഇനി അതെന്തെങ്കിലും ഒരു മിസ് ഇൻ്റർപ്രിട്ടേഷൻ കാരണം സംഭവിച്ചതാണോ, അതായത് ആരെങ്കിലും മാറി അയച്ചതാണോ, തെറ്റി അയച്ചതാണോ, ഇനി വേറെ ആർക്കെങ്കിലും അയച്ചതാണോ എന്ന് വെച്ചാൽ അറിയില്ല. പക്ഷേ അതിൻ്റെ റിസീവിങ് എൻഡിൽ ഈ ക്ലെയിമുകളെല്ലാം അവകാശപ്പെടുന്ന ഈ ഫോട്ടോയിലുള്ള വ്യക്തി തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇദ്ദേഹം പിന്നീട് ഈ 90കളുടെ ആദ്യത്തിൽ ഇദ്ദേഹം ഭയങ്കര ഫേമസ് ആയി. അതിൽ ഒരുപാട് ആർട്ടിക്കിൾസും മറ്റുമൊക്കെ വരുന്നു. ഇദ്ദേഹത്തിന് പല സ്ഥലങ്ങളിലേക്ക് ക്ഷണിക്കുന്നു ലെക്ചർ എടുക്കാനും അദ്ദേഹത്തിൻ്റെ ലോങ്ജെവിറ്റിയുടെ സീക്രട്ടൊക്കെ മനസ്സിലാക്കാനൊക്കെ ആളുകൾ വളരെ ഇൻട്രസ്റ്റഡ് ആയി. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഫാസിനേറ്റിംഗ് ഫാക്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന് വീണ്ടും ഒരു സ്ഥലത്തേക്ക് വരാൻ വേണ്ടി ക്ഷണിക്കുകയുണ്ടായി, ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ. അപ്പോൾ ഇദ്ദേഹം വന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് പിക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത്, അന്നത്തെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇദ്ദേഹം 20 കല്യാണം കഴിച്ചെന്ന് ഇദ്ദേഹത്തിന് 200ഓളം ഡിസെൻഡൻസ് ഉണ്ടോ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതങ്ങനെയല്ല, വേറെ ചില രേഖകൾ അദ്ദേഹത്തിന് 14 ഭാര്യമാരുണ്ടായിരുന്നെന്നും ഒരു കാലഘട്ടത്തിൻ്റെ ഇങ്ങനെ പാസ് ചെയ്ത് വരുന്നതിനിടയ്ക്കാണ് 14 ഭാര്യമാരുണ്ടായിരുന്നെന്നും അതിൽ 180ഓളം ഡിസെൻഡൻസ് ഉണ്ടായിരുന്നു എന്നായിട്ടാണ് അവകാശപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രസൻറ്റ് ഭാര്യ
അന്ന് ഈ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നവരോട് പറഞ്ഞു അദ്ദേഹം മരണപ്പെട്ടു, നാച്ചുറൽ കാരണങ്ങളാൽ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അത് പറഞ്ഞു. അദ്ദേഹം എങ്ങനെ മരിച്ചു, അദ്ദേഹത്തിന് എവിടെ അടക്കിയെന്ന് അവരൊരു തരത്തിലും പറയാൻ തയ്യാറായില്ല. അത് കാരണം ആളുകൾ മടങ്ങി പോകേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്, അദ്ദേഹം മരിച്ചു പോയിട്ടില്ലെന്ന് ഒരുപാട് പേർ അവകാശപ്പെടുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എവിടെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്തതെന്നോ അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നോ പറയാൻ അദ്ദേഹത്തിൻ്റെ ഫാമിലിയോ അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസോ തയ്യാറാവാത്തെന്ന് ആർക്കും അറിയില്ല. കാരണം അദ്ദേഹം ഒരു ചിഗോങ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിന് ഡിസൈപ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷവും ഒരുപാട് അന്വേഷണം, ഇദ്ദേഹം ഇവിടെ ശരിക്കും ഇത്രയും കാലം ജീവിച്ചിരുന്നിട്ട് അന്വേഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആ നാട്ടിൽ തന്നെ ഒരുപാട് കുട്ടികൾ അവരുടെ മുത്തച്ഛന്മാരുടെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റി അന്വേഷണം നടന്ന സമയത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് അവരുടെ മുത്തച്ഛന്മാർ കുട്ടിയായിരുന്ന കാലത്തെ ഇദ്ദേഹത്തെ നേരിട്ട് അറിയാം, അന്നേ ഇദ്ദേഹത്തിന് നല്ല പ്രായമുണ്ടായിരുന്നു എന്ന് അവരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് ആ ഒരു നാട്ടിൽ അന്വേഷിച്ചപ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് പേര് അവകാശപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ലോങ്ജെവിറ്റി ക്ലെയിമിന് ഒരുപാട് ആധികാരികത കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ മോഡേൺ സയൻസ് അത് അംഗീകരിക്കുക ഒരു തരത്തിൻ്റെ കടിയിൽ 256 വർഷം ജീവിച്ചു എന്ന് പറയാൻ തയ്യാറല്ല. അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ പ്രകാരമാണെങ്കിൽ ഒരു 190ഓളം വയസ്സ് വരെ ജീവിച്ചിരുന്നു എന്ന് പറയാം. ഈ ലീ ചിങ് തന്നെ അവകാശപ്പെടുന്ന പ്രായം എന്ന് പറയുന്നത് അതും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ ഈ അവിടെ നാട്ടിലൊക്കെ അന്വേഷിച്ച് വെച്ചും അവരുടെ മുത്തച്ഛന്മാർക്ക് ഇയാളെ കുട്ടിക്കാലമായിട്ട് അറിയാമായിരുന്നു എന്നുള്ള കണക്കുകൾ വെച്ച് കണക്ക് കൂട്ടിയാൽ പോലും അതാണ് ശരി, ഇത് മറ്റതൊന്നുമല്ല, അദ്ദേഹത്തിന് അതിനേക്കാളൊക്കെ പ്രായം കുറവാണെന്ന് പറയുന്ന ആൾക്കാർക്ക് പോലും ഈ നാട്ടിലുള്ള ആളുകളൊക്കെ പറയുന്ന കാര്യങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ അദ്ദേഹത്തിന് അപ്പോഴും ഒരു 130 വയസ്സിന് മേലെയെങ്കിലും കണക്ക് കൂട്ടേണ്ടി വരും. അപ്പോൾ ഇത് എങ്ങനെ നോക്കിയാലും വളരെ പ്രായം വരെ ഇദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോയിൽ ഇദ്ദേഹത്തിൻ്റെ നഖം ഇങ്ങനെ വളർന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. കയ്യിലോട്ട് നോക്കിയാൽ കയ്യിലെന്തോ പിടിച്ചേക്കുന്നില്ല, നഖമാണ് ഈ വളർന്നിരിക്കുന്നത്. ഈ നഖം അദ്ദേഹം യൂസ് ചെയ്യുന്ന പച്ചമരുന്ന് കാരണം ഒരു പരിധി വരെ വളർന്ന് സ്വയം പൊഴിഞ്ഞു പോകാറാണ്. അദ്ദേഹം അത് വെട്ടാറില്ല എന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ പഠിച്ചത്, ഇദ്ദേഹത്തെ പറ്റി ബുക്ക് എഴുതിയതൊക്കെ ഈ ചൈനീസുകാരൻ തന്നെ ജനറൽ യാങ്സങ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഈ രേഖകളും ഈ ആർമിയിലുണ്ടായിരുന്ന രേഖകളൊക്കെ കൂടുതൽ പോയി തപ്പിയൊക്കെ പോയത്. കാരണം അദ്ദേഹത്തെ വളരെ ഫാസിനേറ്റ് ചെയ്തു ഈ സംഭവം. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കാനൊക്കെ അദ്ദേഹത്തിന് താല്പര്യമുണ്ടാകും. അതുകൊണ്ടാണ് അദ്ദേഹം ഇദ്ദേഹത്തെ പറ്റി ബുക്ക് എഴുതിയത്. ഇതിനൊക്കെ പുറമേ തന്നെ ഈ യാങ്സൺ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തത്. കാരണം ഇദ്ദേഹം ഇത്രയും പ്രായം ജീവിച്ചു എന്ന് സുഖമായി വിശ്വസിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ വിശ്വാസം കൊണ്ട് തന്നെ അദ്ദേഹം ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി. അദ്ദേഹം ഈ പറയുന്ന ക്ലെയിമുകളെല്ലാം ഉൾക്കൊള്ളുകയും ഈ ക്ലെയിമുകളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ തൻ്റെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തയ്യാറാവുകയും ചെയ്തു. അത് പ്രാവർത്തികമാക്കാൻ തയ്യാറായി ജനറൽ യാങ്സങ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ 93 വയസ്സ് വരെ കൃത്യമായി നല്ല ആരോഗ്യത്തോടുകൂടി ജീവിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അതിന് പ്യുവർ രേഖയാണ്. 93 വയസ്സ് തന്നെയാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലീ ചിങ് യുവാൻ പറയുന്ന കാര്യം ഇദ്ദേഹം ഫോളോ ചെയ്തത് കാരണം ഇദ്ദേഹം ഒരു 93 വയസ്സ് വരെയെങ്കിലും ജീവിച്ചെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവാം എന്നെനിക്കും തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ലോങ്ജെവിറ്റിക്ക് എന്താണ് ഇവിടെ പ്രത്യേകത? ഇപ്പം ഒരുപാട് കാലം ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്ന് പൊതുവെ പലരും ചോദിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ചില്ല എന്നാണ് പറയാം. കാരണം എനിക്കങ്ങനെ ഒരുപാട് കാലം ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നുള്ള ആളല്ല ഞാൻ. ആഗ്രഹമുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ ഇതിൽ എന്നെ ഫാസിനേറ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തുള്ളൊരു ആത്മീയ വഴിയാണ്. അതായത് ഈ ലീ ചിങ് യുവാൻ എന്ന് പറയുന്ന വ്യക്തി ഫോളോ ചെയ്യുന്ന ധാവോയിസം അല്ലെങ്കിൽ താവോയിസം എന്ന് പറയുന്ന ഒരു ചൈനീസ് റിലീജിയനാണ്. അന്ന് ചൈനയിലുണ്ടായിരുന്ന ഒരു മതമെന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ജീവിത രീതി എന്ന് പറയാം. കുറച്ചുകൂടെ പറഞ്ഞ ജീവിത രീതി എന്ന് തന്നെ പറയുന്നത് ഹിന്ദു മതമായി മാറിയതുപോലെ പണ്ട് ഹിന്ദുയിസം ഒരു മതമായിരുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ ഒരു ജീവിത രീതിയാണ് ഈ ദാവോയിസം എന്ന് പറയുന്നത്. ഈ ദാവോയിസവും ബുദ്ധിസവും കൂടി ചേർന്നപ്പോഴാണ് സെൻ ബുദ്ധിസം എന്ന് പറയുന്ന ഒരു സെക്ട് തന്നെ ഉണ്ടായത്. അപ്പോൾ ഈ ദാവോയിസത്തിൽ പറയുന്ന ജീവിത രീതി എന്ന് പറയുന്നത് ഒഴുകുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് വെള്ളം പോലെ ഒഴുകുക. വെള്ളത്തിൻ്റെ പ്രത്യേകത വെള്ളം ഇങ്ങനെ നൈസായി പോയിക്കൊണ്ടേയിരിക്കും. അത് അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപം മാറി ഇങ്ങനെ സ്മൂത്തായി ഒഴുകിക്കൊണ്ടേയിരിക്കും. അതിന് എത്ര വലിയ മലയെയും തുരന്ന് കടക്കാനും എത്ര വലിയ ഡാമിൻ്റെ മുകളിൽ കൂടി പോകാനും ഇടിച്ച് പൊളിച്ച് പോകാനും ഒക്കെ ഉള്ള ശക്തിയുണ്ട്. എന്നാൽ അതിന് സോഫ്റ്റായി ഒഴുകാനും സാധിക്കും. അത് ഒഴുകുന്ന സമയത്ത് അതിൻ്റെ ചുറ്റിനുമുള്ള മരങ്ങളെയും മറ്റ് ജീവജാലങ്ങളെല്ലാം നൊറിഷ് ചെയ്തതുകൊണ്ട്, അതായത് വളരെ ജീവസത്ത കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അതിന് ഒഴുകാൻ സാധിക്കുമല്ലോ നദിക്ക് അല്ലെങ്കിൽ വെള്ളത്തിന്. അത് നദി ഒന്നും ചെയ്യണ്ട, വെറുതെ ഒഴുകിയാൽ മതി. ഒരു എഫേർട്ട് വേണ്ട, എഫേർട്ട്ലെസ്സായിട്ട് ജീവിക്കുക എന്ന് പറയും. അപ്പോൾ ഈ ഒരു ജീവിത രീതി തന്നെയാണ് ഈ ലീ ചിങ് യുവാൻ ഫോളോ ചെയ്തതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ദാവോയിസവുമായി ബന്ധപ്പെട്ട് ഇതിനൊരു ഒരു വഴി എന്നാണ് ഈ ദാവോയിസം എന്ന് പറയുന്ന ഈ ഒരു റിലീജിയനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ജീവിത വഴിയെ പറ്റി പറയുന്നത്. എങ്ങനെ പോകണം, എങ്ങനെ ഒഴുകണം എന്നുള്ള വഴിയാണത്.
ഈ ധാവോയിസത്തിൽ ധാവോയെ പറ്റി പറയുന്നുണ്ട്. താവോ അഥവാ ഇപ്പോൾ ചൈനീസ് കൺസെപ്റ്റിൽ ചി എന്ന് പറയുന്നത് ഇതൊരു ജീവന്റെ സോഴ്സ് അല്ലെങ്കിൽ ഒരു എനർജി ഫോഴ്സ്, എല്ലാത്തിലൂടെയും ഒഴുകിക്കൊണ്ടിരിക്കുന്ന, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, എല്ലാത്തിനും മുൻപും പിൻപും എല്ലാമുള്ള ഒരു ശക്തിയെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ആ ശക്തി എന്താണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ താവോയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് എന്തോ അത് താവോ ആവില്ല. നിങ്ങൾ താവോയ്ക്ക് ഒരു പേര് കൊടുത്താൽ നിങ്ങൾ എന്താണോ പേര് കൊടുക്കുന്നത് അതിന് താവോ ആവാൻ പറ്റില്ല. നിങ്ങൾ താവോയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം താവോ അല്ലാതായി. കാരണം ഇറ്റ് ഈസ് നമ്മളെ ബ്രെയിൻ കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇതിനെ കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വളരെ സിമ്പിളായി പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത്. താവോ ടീച്ചിങ് എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾ വായിച്ചാൽ അതിനകത്ത് കൃത്യമായി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ ഹോളി ബൈബിൾ എന്ന് തന്നെ പറയാം, ഈ ഒരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ജീവിത വഴിയുടെ. അപ്പോൾ ഈ പറയുന്ന ഈ എല്ലാത്തിനെയും പെർമിയേറ്റ് ചെയ്ത് ഒഴുകുന്ന, എല്ലാത്തിലൂടെയും ഒഴുകുന്ന ഈ മഹത്തായ ശക്തി ദാവോ അല്ലെങ്കിൽ ചി, ഈ ചിയെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈ ചി താവോയിസം എന്ന് പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലാതെ ചി എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മുടെ ഈ ചൈനീസ് കൾച്ചറിലുണ്ട്. അപ്പോൾ ഈ ചിയെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അതായത് നമുക്ക് പൂർണ്ണമായി നിയന്ത്രിക്കാൻ സാധിക്കില്ല, പക്ഷേ നമ്മുടെ രീതിയിൽ ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന് നമുക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചുവിടാൻ പറ്റുന്നത് പോലെ ഇതിനെ ചില രീതിയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും എന്നൊരു വാദമുണ്ട്. ആ വാദവുമായി ബന്ധപ്പെട്ടാണ് ചില ചെറിയ മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ, തായ്ചി പോലുള്ള മെഡിറ്റേഷൻ പ്രാക്ടീസുകൾ, അല്ലെങ്കിൽ ക്യുഗോങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിഗോങ് എന്ന് പറയുന്നത്, ചിഗോങ് എന്നും പറയും. ചിഗോങ് എന്ന് പറയുന്ന ഒരു മാർഷൽ ആർട്സ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ മൈൻഡ്ഫുൾ ആക്ടിവിറ്റിയാണത്, അതൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു പ്രാക്ടീസ് നമ്മുടെ ഈ ലീ ചിങ് യുവാൻ ഫോളോ ചെയ്തിരുന്നു എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം ഒരിക്കൽ ഈ പച്ചമരുന്നുകൾ ശേഖരിക്കാനായി ഒരു മലയിൽ പോകും. അന്ന് തന്നെ അദ്ദേഹം 100 വയസ്സുണ്ടെന്നാണ് വേണം. 100ാമത്തെ വയസ്സിൽ അദ്ദേഹം ഇങ്ങനെ മലയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മലയിൽ വെച്ച് അദ്ദേഹം വളരെ പ്രായമുള്ള ഒരു സന്യാസിയെ കണ്ടുമുട്ടിയെന്നാണ് പറയുന്നത്. 500 വയസ്സ് പ്രായമുള്ള ഒരു സന്യാസിയെ കണ്ടുമുട്ടിയെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ആ സന്യാസി ഇദ്ദേഹത്തിന് ചിഗോങ് എന്ന് പറയുന്ന മാർഷൽ ആർട്സ് പഠിപ്പിച്ചു കൊടുത്തു. അതിലെ ചില മൂവുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ ചെയ്ത ലൈഫ് എനർജി, ഈ ലൈഫ് ഫോഴ്സിനെ, ചിയെ അല്ലെങ്കിൽ ധാവോയെ നിയന്ത്രിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അതിനെ ഇങ്ങനെ നമ്മുടെ രീതിക്ക് ഒന്ന് വഴങ്ങിയെടുക്കാൻ കഴിയുന്ന ചില രീതികൾ പഠിപ്പിച്ചതായിട്ടാണ് പറയുന്നത്. അതും ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നു എല്ലാ ദിവസവും ഒരു 100 വർഷം എന്നാണ് പറയുന്നത്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ലോങ്ജെവിറ്റിയുടെ കാരണമായി പറയുന്നത്. പക്ഷേ ഇദ്ദേഹം വളരെ ഫേമസ് ആയ സമയത്ത്, അപ്പോൾ ഈ ചിയെ പറ്റിയും ഈ ലൈഫ് എനർജി, അതായത് ഈ ഒരു സോഴ്സ് ഓഫ് എനർജിയെ പറ്റി, ഈ ധാവോയെ പറ്റി, അതിൻ്റെ ഒരു അസുഖം മാറ്റുന്ന ശക്തിയെപ്പറ്റി എനിക്ക് അതൊക്കെ ഒരുപാട് വൈഡ്ലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട എഴുതപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വേറെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവൻ്റെ സോഴ്സിന്, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ ജീവവായുവിനെ പിടിച്ചു നിർത്താൻ സഹായിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി യാങ്സൺ എഴുതിയ ബുക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന് 7 അടി പൊക്കമുണ്ട്. 7 അടി പൊക്കമുള്ള ഇദ്ദേഹം ഈ പ്രായത്തിലും വളരെ ഉയർന്ന് നിവർന്ന് നിൽക്കുകയും നല്ല ചടുലതയോടെ സംസാരിക്കുകയും കണ്ണിന് പൂർണ്ണമായ കാഴ്ചയും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ശാസ്ത്രം അംഗീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രായം നോക്കിയാൽ തന്നെ അദ്ദേഹത്തിനോട് 100 വയസ്സിന് മേലെ വരും. അപ്പോഴും അദ്ദേഹം 7 അടി പൊക്കമുള്ള, നല്ല പൊക്കമുള്ള ആളുകൾക്കറിയാം ഒരു പ്രായം കഴിഞ്ഞാൽ അവർക്ക് നൂന്ന് നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഒരു 100 വയസ്സിന് മേലുള്ള ഇദ്ദേഹം 7 അടി പൊക്കം വെച്ച് നല്ല ആരോഗ്യ ദൃഢഗാത്രനായി നൂന്ന് നിൽക്കുകയും കണ്ണിന് പൂർണ്ണമായ കാഴ്ച ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത രീതിയുടെ പവർ നമ്മൾ ആലോചിക്കണ്ടേ. അപ്പോൾ അതിലെന്തോ മനുഷ്യന് ആവശ്യമുള്ള എന്തോ ഒരു കാര്യം അതിലുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാകും. അപ്പം അങ്ങനെ കണ്ടാൽ മതി. അപ്പോൾ ഈ അദ്ദേഹം ഫേമസ് ആയ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരുപാട് പേര് ഇൻ്റർവ്യൂ ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തതിൽ അന്ന് റിട്ടേൺ ചെയ്യപ്പെട്ട ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമായി അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ, വ്യായാമമുണ്ട്, ഈ ചിഗോങ് ഉണ്ട്, പിന്നെ അദ്ദേഹം കഴിച്ചിരുന്ന ചില പച്ചമരുന്നുകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു 4 കാര്യങ്ങൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാന്തമായ ഹൃദയം, ശാന്തമായ ഒരു ഹൃദയത്തെ സൂക്ഷിക്കുക എന്നാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ആമയെപ്പോലെ ഇരിക്കുക എന്നാണ്, അതായത് ആമ ഇരിക്കുന്നത് പോലെ ഇരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാവിനെ പോലെ നടക്കുക എന്നാണ് പറഞ്ഞത്. നമുക്ക് പ്രാവുകൾ പറക്കുന്ന പക്ഷിയാണ്, പക്ഷെ അത് എപ്പോഴും പറക്കാറില്ല, അത് മിക്കവാറും നടക്കാറുണ്ട്. പ്രത്യേകിച്ച് മാടപ്രാവിനെ ശ്രദ്ധിച്ചവർക്കറിയാം. അത് നടക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്, നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പ്രാവിനെ പോലെ നടക്കുക എന്നാണ് പറയുന്നത്. പിന്നെ അദ്ദേഹം 4ാമതായി പറയുന്നത്, അവസാനമായി പറയുന്നതുമായ കാര്യം,
പട്ടിയെപ്പോലെ ഉറങ്ങുക എന്നാണ്, അല്ലെങ്കിൽ നായയെപ്പോലെ ഉറങ്ങുക എന്നതാണ്. നായയെപ്പോലെ എങ്ങനെയാണ് ഉറങ്ങേണ്ടതെന്ന് ഒരു നായയെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിവേ, ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം ഈ യഥാർത്ഥ ധാവോയെ അഥവാ ചി എന്ന് പറഞ്ഞ ലൈഫ് എനർജി ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പോൾ തെറ്റായിരിക്കും. അപ്പോൾ ആ ഒരു എനർജി എങ്ങനെ ഹാർനസ് ചെയ്യണമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അദ്ദേഹം പറഞ്ഞതിൽ ഒരു പോയിന്റ് ഞാൻ വളരെ എംഫസൈസ് ചെയ്ത് പറയാം, അതായത് ശാന്തമായ ഹൃദയം. കാരണം ലോങ്ജവിറ്റി അവകാശപ്പെടുന്ന ഒരുപാട് ആളുകളെ പറ്റി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ജേണിയിൽ ഒരുപാട് വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ലോങ്ജവിറ്റിക്ക് അങ്ങനെ ഒരു സീക്രട്ട് ക്യാപ്സ്യൂൾ ഇല്ല. അതായത് പല ജീവിത രീതിയുള്ള ആൾക്കാരാണ് കൂടുതൽ പ്രായത്തിൽ ജീവിച്ചിരുന്നത്. അതായത് ഇപ്പോൾ ഈ 100 വയസ്സിന് മേലെ ജീവിച്ചതിൽ മദ്യവെച്ചവരുണ്ട്, മദ്യപിക്കാത്തവരുണ്ട്, പുകവലിച്ചവരുണ്ട്, ഒരിക്കലും പുകവലിക്കാത്തവരുണ്ട്, ഒരിക്കലും മദ്യപിക്കാത്തവരുണ്ട്, മാംസാഹാരം മാത്രം കഴിച്ചവരുണ്ട്, മാംസാഹാരം കൈകൊണ്ട് പോലും തൊടാത്തവരുണ്ട്. അപ്പോൾ എന്താണ് ഇതിലെ കോമൺ ലിങ്ക് എന്ന് ഞാൻ ആലോചിച്ചു. ജനറ്റിക്സ് ഒരു ഫാക്ടർ തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതല്ലാതൊരു ഫാക്ടർ ഞാൻ കണ്ട ഒരേ ഒരു കാര്യം സ്ട്രെസ്സിൻ്റെ എമൗണ്ടാണ്. അതായത് സ്ട്രെസ് ഇല്ലാതിരിക്കുക. സ്ട്രെസ് എത്രത്തോളം കുറവാണോ അത്രത്തോളം ആരോഗ്യത്തോടു കൂടി കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയ കാര്യം. ഇതിൻ്റെ ശാസ്ത്രീയമായ എന്തെങ്കിലും അടിത്തറയുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. എൻ്റെ സ്വന്തം സെൽഫ് ഫൈൻഡിങ്സ് ആണ്. ഞാനൊരു 90 വയസ്സിന് മേലെയൊക്കെ ജീവിച്ച പല ആളുകളെ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെ ഈ ഒരു ഇത് ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നവരുടെ കാര്യമാണ് വന്നത്, കിടപ്പ് രോഗികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അവരെങ്ങനെയാണ് ഈ ലോങ് ലൈഫ് ജീവിച്ചതെന്നും അതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്നൊക്കെ അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. കാരണം ഒരു 5 തലമുറകൾ മാറിപ്പോവാണ് 100 വയസ്സ് വരെ ജീവിക്കും. ഇപ്പോൾ ഈ 5 തലമുറയിലൂടെ കടന്നുപോയ അവർ ഇത്രയും കാലവും ഒരു സെയിനായിട്ടുള്ള മൈൻഡ് കീപ്പ് ചെയ്യാൻ അവരെ സഹായിച്ച ഫാക്ടർ എന്താണെന്ന് അറിയാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ താല്പര്യത്തിൻ്റെ എൻ്റെ ഞാൻ പലപ്പോഴും കണ്ടത് അവർ ഇതിനോട് ആക്ച്വലി കെയർ അബൌട്ട് മച്ച് എന്നാണ് പറയുന്നത്. അതായത് ജിതു കൃഷ്ണമൂർത്തി എപ്പോഴോ പറഞ്ഞതുപോലെ ഐ ഡോണ്ട് മൈൻഡ് വാട്ട് ഹാപ്പൻസ്. എന്താണ് ഇവിടെ ചുറ്റും നടക്കുന്നത് ഞാനങ്ങനെ മൈൻഡ് ചെയ്യാറില്ല, സംഭവിക്കുന്നത് സംഭവിച്ചോട്ടെ എന്നൊരു ആറ്റിറ്റ്യൂഡ്. അതാണ് താവോയുടെ വഴി. അതാണ്, അതായത് ഒഴുകേണ്ടത് എങ്ങനെയാണെന്ന് പ്രകൃതിക്കും നമ്മൾക്കും അറിയാം. നമ്മളതിനെ ഒഴുകാനങ്ങ് അനുവദിച്ചാൽ മതി. നമ്മളിങ്ങനെ ബെല്ലം പിടുത്തം പിടിക്കാതിരുന്നാൽ മതി. നമ്മളെല്ലാത്തിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കാതിരുന്നാൽ മതി എന്നാണ് താവോ പറയുന്നത്. ചി എന്ന് പറയുന്ന, അതായത് താവോയുടെ ഒരു സിനോണിം തന്നെയാണ് ചി എന്ന് പറയും. ചി എന്ന് പറയുന്ന ലൈഫ് ഫോഴ്സിൻ്റെയും പ്രത്യേകത അത് തന്നെയാണ്. അതും ഇങ്ങനെ എല്ലാത്തിനെയും നിയന്ത്രിച്ചുകൊണ്ട് നറിഷ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിനെ എടുത്ത് കയ്യിൽ വെച്ച് എല്ലാം കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ ആ ലൈഫ് ഫോഴ്സ് നമുക്കെതിരായിട്ട് തിരിയും. പക്ഷെ നമ്മളെല്ലാത്തിനും അങ്ങനെ ഒഴുകാൻ സമ്മതിച്ചാൽ എല്ലാം നമ്മുടെ കൂടെ ഒഴുകിപ്പോകും എന്നാണ് പറയപ്പെടുന്നത്. ഇതിന് നമ്മുടെ ഹിന്ദു കൾച്ചറിലേക്ക്, അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ, ഹിന്ദു കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറിൻ്റെ ഒരു ആത്മീയ വഴിയുമായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. ഇപ്പോൾ രമണ മഹർഷി ഉൾപ്പെടെയുള്ള ആളുകൾ ചുമ്മാ ഇരുന്ന് എന്ന് പറഞ്ഞത് ഈ ജീവിതത്തിൻ്റെ ഒരു ഒഴുക്കിനെ, അല്ലെങ്കിൽ പ്രകൃതിയുടെ ശക്തികൾ നിയന്ത്രിക്കുന്ന യാത്രയെ അങ്ങനെ ഒഴുകാൻ അനുവദിക്കൂ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചുമ്മാ ഇരിക്കുക, നിങ്ങളെല്ലാത്തിനെയും പിടിച്ചങ്ങ് നിയന്ത്രിക്കാൻ ശ്രമിക്കണ്ട എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 256 വയസ്സ് വരെ ഈ ലീ ചിങ് യുവാനെ പോലെ ജീവിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് സ്വസ്ഥമായി ജീവിക്കാം. മോസ്റ്റ് പ്രോബബിളി ഒരു 80 വയസ്സിന് മേലെ വരെ ജീവിക്കാൻ നല്ല സാധ്യതയുണ്ട്, അൺലെസ് യു ഹാവ് എ ജനറ്റിക്കൽ ഓർ ക്രോണിക്കൽ ഡിസീസ് എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഒരു മാരകമായ അസുഖം നമുക്ക് വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മരണപ്പെട്ടു പോവാം, സാധ്യതയുണ്ട്. ചിലപ്പം സയൻസ് അല്ലെങ്കിൽ മറ്റ് ചികിത്സാ രീതികൾ നമ്മൾ രക്ഷിച്ചെന്നിരിക്കാം, നമ്മുടെ വിശ്വാസം ചിലപ്പോൾ നമ്മളെ രക്ഷിച്ചെന്നിരിക്കാം. പക്ഷെ എന്നാൽ പോസിബിലിറ്റി കുറയുമല്ലോ. പക്ഷെ അതങ്ങനെയല്ല. നമ്മൾക്ക് ജീവിതശൈലി രോഗങ്ങളാണ് വരുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിത രീതി കൊണ്ട്, നിങ്ങളുടെ ലൈഫിലെ സ്ട്രെസ്സ് എന്ന് പറയുന്നൊരു ഫാക്ടർ കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായ മാറ്റം ഉണ്ടാകും. ഒരു സംശയമുണ്ട്, ഇറ്റ് വിൽ എൻറ്റയർലി ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് എനിക്ക് പറയുന്നത്. നിങ്ങളെ കാണുന്ന ആളുകൾ തന്നെ നിങ്ങളുടെ മുഖത്ത് ആ ഒരു വ്യത്യാസം മനസ്സിലാകും. എനിവേ, കഥ ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ടാറ്റ.